എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകേര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും എന്നുള്ളത് വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. മകേര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Nine of Cups, High Priestess, Four of Wands, Two of Swords, Page of Cups, Four of Cups. മകേരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങൾ നയൻ ഓഫ് കപ്സ് എനർജിയാണ്, അതോടൊപ്പം തന്നെ ഹൈ പ്രീസ്റ്റസ് എനർജി. ആഗ്രഹസബലീകരണം കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അസ്വാസ്ഥ്യതകളോ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രായാധികം കൊണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യം കൂടാതെ പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടുള്ളവർ, അതായത് ഗർഭധാരണവും സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളവരോ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചെടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി കുട്ടികളുണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടുന്ന ചികിത്സ എടുക്കുന്നവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ചികിത്സ ഫലവത്താകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. പ്രഗ്നൻസി സിറ്റുവേഷൻ അല്ലാത്തവരിലും കുട്ടികൾ ആഗ്രഹിക്കുന്നവർക്ക് പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതായത് വഴിപാടുകളും ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാലങ്ങളായിട്ട് കാത്തിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച്, കാരണം ഇവിടെ ഒരു സ്പിരിച്വലി മെറ്റീരിയലിസ്റ്റിക്കലി ഉള്ള കാര്യങ്ങളല്ലാതെ സ്പിരിച്വലി ആത്മീയമായിട്ടുള്ളതോ മതപരമായിട്ടുള്ളതോ അതിൻ്റെ എന്തെങ്കിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തിയതിന്റെ ഫലം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പൊതുവിൽ ഈ ഒരു മാസം നിങ്ങൾ വളരെയധികം ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, പള്ളികളിൽ പോവുക, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു സൂചന ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി മാനസികമായിട്ട് സന്തോഷം തരുന്ന ഒരു സമയം തന്നെയായിരിക്കും. ഒരു മാജിക് എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലത്തെ ഒരു സമയം ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. കാരണം ആ ഒരു സമയം, ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊതുവെ എന്തെങ്കിലും കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കും, അത് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നൊരു കാര്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവും. അന്നേ ദിവസമോ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു. വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ട്. അതേപോലെ ഇവിടെ ഈ ഒരു മാസം നിങ്ങൾ വഴിയറിയാതെ ഏതൊരു സ്ഥലത്ത് അകപ്പെടുന്നു, അല്ലെങ്കിൽ എങ്ങനെയൊരു ചെറിയ രീതിയിലുള്ള നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്തൊരു ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ മറ്റൊരാളെ നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ദൈവസഹായം പോലെ ഒരു വ്യക്തി ദൈവത്തിന്റെ രൂപത്തിൽ വന്നിട്ട് നിങ്ങളെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ജോലി കിട്ടിയാൽ പരമാവധി പ്രശ്നങ്ങളൊക്കെ തീരുമെന്നുള്ളവർക്ക് ഒരു ജോലി ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള. അതേപോലെ തന്നെ ഇപ്പോൾ ജോലിയുള്ള ഒരാളാണ് നിങ്ങൾ, പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയോ നിങ്ങൾ ആഗ്രഹിച്ച ഒരു തരത്തിൽ ഒന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു ജോലി, അതായത് നിങ്ങളിപ്പോൾ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പഠിച്ച ഒരു ജോലി, നിങ്ങൾ ഇന്ന ഫീൽഡിലാണ് പഠിച്ചത്, ആ ഫീൽഡിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടിയിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരം വരുമ്പോൾ അങ്ങനെയുള്ളൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഏതൊരു കാര്യം ചെയ്യുക, ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിന്റെ കഴിയൊപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പിലും ഗണപതിയെ പ്രാർത്ഥിച്ചിട്ടും ചുവന്ന പൂക്കൾ ഗണപതിക്ക് അർപ്പിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ ഇടവകയിൽ പള്ളി ഏതാണോ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്.
അതേപോലെ തന്നെ 4 ഓഫ് വൺസ് എനർജിയാണ് 2 ഓഫ് സോട്സ് എനർജി. ചില ആളുകൾ ഒരു സങ്കോചം ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നു, വീട് വയ്ക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. കാരണം വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ വീട് വയ്ക്കുന്നതിന്റെ ലോൺ ശരിയായിട്ടില്ലാത്തതോ അല്ലെങ്കിൽ ഇപ്പോൾ വീട് വയ്ക്കണോ, അതിന് പറ്റിയ സമയമാണോ എന്നൊക്കെ ചിന്തിക്കുന്നത്, പല പല കാരണങ്ങൾ കൊണ്ട് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വീട് വയ്ക്കാൻ പറ്റിയ സമയമാണ്. പറ്റുമെങ്കിൽ വീട് വയ്ക്കണം എന്നൊക്കെ ചിന്തയായിട്ട് പ്ലാനൊക്കെ തയ്യാറാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ വീടിന്റെ തറക്കല്ലിട്ട് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം പിന്നീട് വരുന്ന മാസങ്ങളിൽ കാര്യങ്ങൾ പതുക്കെ പതുക്കെ അതിനനുസരിച്ചിട്ട് റെഡി ആവാം എന്നുള്ള രീതിയിൽ. കാരണം ആ ഒരു ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ ഒരു ചുവട്ടുപടി കയറുക എന്നുള്ളൊരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉത്തരവാദിത്തങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഒത്തിരി സ്വയം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ട സാഹചര്യം കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്, ഇപ്പോൾ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ തീരുമാനമെടുക്കുക. അതായത് നിങ്ങൾക്ക് ഇതുവരെ സ്വയം തീരുമാനം എടുത്ത് ശീലമില്ലാത്തവർ നിങ്ങൾ സ്വയം തീരുമാനം എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങളായിട്ട് ഒരു കാര്യത്തിന്റെ തീരുമാനമെടുക്കുന്ന ഒരവസ്ഥ. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യം ചില ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സ്വയം ആദ്യമായിട്ട് തീരുമാനമെടുക്കുന്നതിന്റെ സിറ്റുവേഷൻ ആണ്. പക്ഷെ അത് നിങ്ങൾ എടുത്തേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യമാണ്. ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഏത് തരത്തിലുള്ള തീരുമാനമാണെങ്കിൽ വലിയ രീതിയിൽ നിങ്ങൾക്ക് തട്ടുകേടോ പ്രശ്നങ്ങളോ വരാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലൊരു ഭയത്തിന്റെ ആവശ്യം ഒന്നും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇല്ല എന്നുള്ളത് തന്നെ വേണം പറയാൻ. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അഡോപ്ഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അതല്ല നിങ്ങൾ അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാവും, ഇപ്പം നിങ്ങളെ ദത്തുപുത്രനോ ദത്തുപുത്രിയോ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു കൊടുക്കുന്ന, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു വലിയൊരു ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഒരു സൂചന തരുന്നുണ്ട്. ഇതിപ്പോൾ ദത്തുപുത്രി അല്ലാത്തവർക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ഇവിടെ കാണിക്കുന്ന ഒരു അഡോപ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ കാണിക്കുന്നുണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ അഡോപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അതേ ബയോളജിക്കൽ അല്ലാത്തത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. സ്നേഹത്തിന് അതിന്റെ ആവശ്യമില്ല. അപ്പൊ എന്തായാലും അതാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ പേജ് ഓഫ് കപ്സ് എനർജിയാണ്. പേജ് ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് കപ്സ് എനർജി. ഈ ഒരു മാസം അവസാനമൊക്കെ ആകുമ്പോൾ പൊതുവെ കുറച്ച് കാര്യങ്ങളോടൊക്കെ ഒരു വിരക്തിയോ അല്ലെങ്കിൽ ഒരു മടി എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു ബോറായിട്ടെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്, മടുപ്പ് തോന്നി തുടങ്ങുന്നുണ്ടാവും ചില കാര്യങ്ങളിൽ. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ ഹോബീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഹോബീസിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ ആ ഒരു മടുപ്പ് കുറയ്ക്കാം. കാരണം ഈ ഒരു സമയം മാസം അവസാനമാകുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വിരക്തിയും മടുപ്പും ഒക്കെ തോന്നുന്നത് അത് പല കാര്യങ്ങളിലേക്കും വരാം. അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പൊതുവെ വിരക്തി തോന്നുമ്പോൾ അത് കുടുംബജീവിതത്തിലേക്ക് വന്ന് കയറാം. അപ്പോൾ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ബന്ധമോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധത്തെയൊക്കെ അത് ഒരു അകൽച്ച സൃഷ്ടിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു താല്പര്യക്കുറവൊക്കെ സൃഷ്ടിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ വിരക്തിയിലേക്ക് പോകാതിരിക്കാനായിട്ട് നിങ്ങൾ കുറച്ച് ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക. ഫിസിക്കലി ആക്റ്റീവ് ആവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം, സ്പോർട്സോ മറ്റു കാര്യങ്ങളോ, അതല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഗാർഡനിങ്, അതായത് നിങ്ങൾ ഇൻവോൾവ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ഒരു മാസം പൊതുവെ അവസാനിക്കുന്ന സമയത്ത് കുറച്ചൊരു സ്ട്രെസ്സും വിരക്തിയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ല. ഒരു പുതിയൊരു കാരണം ഇവിടെ ഒരു പുതിയൊരു ബന്ധമോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഉള്ളതല്ല, എടുത്തു പറയുന്നു ചില ആളുകളിലാണ്. കാരണം ഒരു ബന്ധത്തിൽ വിരക്തി മറ്റൊരു ബന്ധത്തിലേക്ക് ആകർഷണം തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പുതുമയുള്ള എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഹോബിയായിട്ട് എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ സെൽഫ് കെയർ എടുക്കാം. നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുക, ഒരുമിച്ച് എവിടെയെങ്കിലും യാത്ര പോവുക, പുറത്ത് ഭക്ഷണം കഴിക്കുക, അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ആ ഒരു വിരക്തി നിങ്ങൾക്ക് ഒഴിവാക്കാം. അതുപോലെ ചില ആളുകൾ പറയാം നിങ്ങളുടെ
പാർട്ട്ണർ ഒരു പക്ഷെ നിങ്ങളിൽ മടുപ്പ് തോന്നിയേക്കാം. അപ്പോൾ പുതുമയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഇൻവോൾവ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ബന്ധങ്ങൾ നിലനിർത്തേണ്ട അനിവാര്യതയുണ്ട്. അല്ല ബന്ധം പല ആളുകളും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇനി എന്താ ഉള്ള എല്ലാവരും ഇങ്ങനെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. എല്ലാവരും അങ്ങനെ ആയതുകൊണ്ട് നമ്മളും ഇങ്ങനെയാണ് എന്നുള്ള രീതി ചിന്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ബന്ധങ്ങൾ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ രണ്ടുപേര് ഒരു ബന്ധത്തിലാണെന്ന് വിചാരിച്ചിട്ട് എന്നും അതേപോലെ അങ്ങനെ ഇരിക്കുന്നുണ്ടാവില്ല. അത് പ്രത്യേകം ഓർക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.